ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആറാമിൻ്റെ ഇന്നത്തെ ഈ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലീഷിലൊരു വാചകം എഴുതുമ്പോൾ ആ വാചകത്തിന് രണ്ട് വിഭാഗങ്ങളുണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. മുൻപെടുത്ത ക്ലാസ്സുകളിലെ ടോപ്പിക്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പ്രാക്ടീസ് ഷീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. സ്പോക്കൺ ഇംഗ്ലീഷുകാർ വാചകങ്ങൾ പറഞ്ഞു പരിശീലിക്കുക. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. മാത്രമല്ല, മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസ് കൂടി കാണുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇംഗ്ലീഷിൽ ഒരു വാചകത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ടാവും. അതിൽ ആദ്യത്തെ ഭാഗം സബ്ജക്റ്റ് ആയിരിക്കും, രണ്ടാമത്തെ ഭാഗം പ്രെഡിക്കേറ്റ് ആയിരിക്കും. അതായത് ഇംഗ്ലീഷിൽ ഏതൊരു വാചകം എഴുതുമ്പോഴും ആ വാചകത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ടായിരിക്കും. ഒന്ന് സബ്ജക്റ്റ്, മറ്റത് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ എന്താണ് പ്രെഡിക്കേറ്റ്? ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്കതും മനസ്സിലാകുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിലെ ഏതൊരു വാചകത്തിലും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാകുമെന്ന്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ഞാനിവിടെ കൊടുക്കുന്ന ഈ വാചകം നോക്കൂ. ദ ക്യാറ്റ് കോട്ട് എ ഫ്ലൈ. ദ ക്യാറ്റ് കോട്ട് എ ഫ്ലൈ. ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ വാചകത്തിലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമാണ്. സ്പോക്കൺ ഇംഗ്ലീഷുകാർക്ക് ഇതിൻ്റെ കാര്യമൊന്നുമില്ലെങ്കിലും കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ വാക്യങ്ങൾ എങ്ങനെ സംസാരിക്കണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ പാസിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു വരിയാണ്. ഇത് എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതുമ്പോൾ ആ വാചകത്തിൽ എന്തിനെക്കുറിച്ചിട്ടാണോ ആരെക്കുറിച്ചിട്ടാണോ പറയുന്നത് അതായിരിക്കും ആ വാചകത്തിലെ സബ്ജക്റ്റ്. ഇത് മുന്നേ പല ക്ലാസ്സുകളിലും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മേൽ പറഞ്ഞ ആ വാചകത്തിൽ സബ്ജക്റ്റ് എന്താണ്? ഒന്ന് പറയാൻ ശ്രമിക്കൂ. വാചകം ദ ക്യാറ്റ് കോട്ട് എ ഫ്ലൈ അല്ലേ? ഇവിടെ പറയുന്നത് ആരെക്കുറിച്ചിട്ടാണ്? ക്യാറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്യാറ്റ് ഒരു ഫ്ലൈയെ പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാറ്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ വാചകത്തിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ക്യാറ്റ്. എന്താണ്? ദ ക്യാറ്റ്. ഇതുവരെ നിങ്ങൾക്കൊക്കെ അറിയാം ഈ വാചകത്തിലെ സബ്ജക്റ്റ് ദ ക്യാറ്റ്. കാരണം ദ ക്യാറ്റ് കോട്ട് എ ഫ്ലൈ എന്ന ഈ വാചകത്തിൽ പറയുന്നത് ക്യാറ്റിനെ കുറിച്ചിട്ടാണ്. ക്യാറ്റ് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ ക്യാറ്റ് എന്നതാണ് അവിടെ ആദ്യത്തെ ഭാഗമായ ദ ക്യാറ്റ് എന്നതാണ് അവിടെ സബ്ജക്റ്റായിട്ട് വരിക. ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാണി എന്ന മീനിങ് ആണ് കേട്ടോ. പൂച്ച പ്രാണിയെ പിടിച്ചു എന്നുള്ളതാണ് ഇവിടെ വാചകം. അതിൽ പൂച്ച എന്നുള്ളതാണ് അവിടെ സബ്ജക്റ്റ് വരുന്നത്. കാരണം പൂച്ചയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിതിലൂടെ മനസ്സിലാക്കാം, ആരാണോ ഒരു പ്രവൃത്തി ഒരു വാചകത്തിൽ ചെയ്യുന്നത് അതാണ് ആ വാചകത്തിലെ സബ്ജക്റ്റ്. ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് പൂച്ചയാണ് അല്ലേ? അപ്പോൾ പൂച്ചയാണ് ഈ വാചകത്തിലെ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് പൂച്ചയാണ്. ഓക്കെ, ദ ക്യാറ്റ്. ഈ വാചകത്തിലെ സബ്ജക്റ്റ് ദ ക്യാറ്റ്. ഇനി ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു വാചകത്തിലെ സബ്ജക്റ്റ് ഒരു വ്യക്തിയെയോ സ്ഥലത്തിനെയോ മൃഗത്തിനെയോ വസ്തുവിനെയോ പ്രതിനിധാനം ചെയ്യുന്നു. ഇവരെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചായിരിക്കും ഈ വാചകത്തിൽ പറയുക. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രെഡിക്കേറ്റ് എന്തായിരിക്കും? ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. പ്രെഡിക്കേറ്റ് എന്നാൽ വേർബ് മാത്രമല്ല, ആ വാചകത്തിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ പ്രെഡിക്കേറ്റാണ്. എന്താ പറഞ്ഞത്? ഒരു വാചകത്തിൽ സബ്ജക്റ്റിന് ശേഷം വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ പ്രെഡിക്കേറ്റാണ്. അതുകൊണ്ടാണ് ഒരു വാചകത്തിൽ ഇംഗ്ലീഷിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ വിഭാഗം ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, ആരെക്കുറിച്ചിട്ടാണോ ആ വാചകത്തിൽ പറയുന്നത് അത് സബ്ജക്റ്റ് എന്നും അതിന് ശേഷം വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ പ്രെഡിക്കേറ്റ് എന്നും പറയുന്നു.
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, വെർബ് മുതൽ ആ വാചകം തീരുന്നത് വരെയുള്ള ഭാഗങ്ങളെല്ലാം പ്രെഡിക്കേറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ മേൽ പറഞ്ഞ വാചകത്തിൽ പ്രെഡിക്കേറ്റ് ഏതായിരിക്കും? ദ ക്യാറ്റ് എന്നുള്ളത് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്നത് എന്താണ്? കോട്ട് എ ഫ്ലൈ. അപ്പോൾ കോട്ട് എ ഫ്ലൈ എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. ഒന്നുകൂടെ പ്രത്യേകം പറയുന്നു, കോട്ട് എന്ന് മാത്രം എഴുതി വയ്ക്കരുത്, ഫ്ലൈ എന്ന് മാത്രം എഴുതി വയ്ക്കരുത്. സബ്ജക്റ്റിന് ശേഷം വരുന്ന ഭാഗങ്ങൾ മുഴുവനും അവസാനം വരെ എന്തായിരിക്കും? പ്രെഡിക്കേറ്റ് ആയിരിക്കും. കോട്ട് എ ഫ്ലൈ വരെ പ്രെഡിക്കേറ്റ് ആണ്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പ്രെഡിക്കേറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഒരു വാചകത്തിലെ പ്രെഡിക്കേറ്റ് ആ വാചകത്തിലെ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളോട് കൂടുതലായി പറയും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, പ്രെഡിക്കേറ്റിൽ ഒരു വേർബ് ഉണ്ടായിരിക്കും. പ്രെഡിക്കേറ്റിൽ ഒരു വേർബ് ഉണ്ടായിരിക്കും. പ്രെഡിക്കേറ്റ് ഓൾവേസ് ഹാസ് എ വേർബ്. അങ്ങനെയെങ്കിൽ പ്രെഡിക്കേറ്റ് മനസ്സിലാക്കാൻ ആ വാചകം നോക്കിയിട്ട് വാചകത്തിലെ വെർബ് ആദ്യം കണ്ടുപിടിക്കുക. വെർബ് മുതൽ ആ വാചകം അവസാനിക്കുന്നത് വരെയുള്ള ഭാഗങ്ങൾ എന്തായിരിക്കും? പ്രെഡിക്കേറ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. The bus from Trivandrum has been cancelled. ഞാൻ എന്താ പറഞ്ഞത്? The bus from Trivandrum has been cancelled. ഇതാണ് നമ്മുടെ വാചകം അല്ലേ? അപ്പോൾ ഈ വാചകത്തിലെ സബ്ജക്റ്റ് ഏതാണ്, പ്രെഡിക്കേറ്റ് ഏതാണ്? രണ്ട് വിഭാഗങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? അതെ, ഒരു വാചകത്തിൽ എന്തിനെക്കുറിച്ചിട്ടാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ് അല്ലേ? പിന്നെയോ വെർബ് മുതൽ അങ്ങോട്ട് പ്രെഡിക്കേറ്റ് ആണ്. അപ്പോൾ ഈ വാചകത്തിൽ എന്തിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്? തിരുവനന്തപുരത്തു നിന്നുള്ള ബസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതായത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ബസ് ഫ്രം ട്രിവാൻഡ്രം. അതിലൊന്നും വെർബ് ഇല്ല അല്ലേ? അപ്പോൾ ദ ബസ് ഫ്രം ട്രിവാൻഡ്രം എന്നുള്ളതാണ് സബ്ജക്റ്റ്. വെർബ് തുടങ്ങുന്നത് എവിടുന്ന? ഹാസ് എന്നുള്ളത് തൊട്ടിട്ടാണ് അല്ലേ? അപ്പോൾ ഹാസ് ബീൻ ക്യാൻസൽഡ് എന്നുള്ളത് എന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, മിസ്റ്റർ രഞ്ജിത്ത് ഈസ് എ ഫുട്ബോൾ പ്ലെയർ. മിസ്റ്റർ രഞ്ജിത്ത് ഈസ് എ ഫുട്ബോൾ പ്ലെയർ. ഇവിടെ ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്? രഞ്ജിത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ മിസ്റ്റർ രഞ്ജിത്ത് ആണ് സബ്ജക്റ്റ്. പിന്നെയോ വേർബ് തുടങ്ങുന്നത് എവിടുന്ന? ഈസ് തൊട്ടാണ്. അപ്പോൾ ഈസ് എ ഫുട്ബോൾ പ്ലെയർ, കാരണം ഈ വേർബ് തൊട്ട് ആ വാചകം അവസാനിക്കുന്നത് വരെ പ്രെഡിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ ഈസ് എ ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുന്നത് വരെ എന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ രഞ്ജിത്ത് എന്നത് സബ്ജക്റ്റും ഈസ് എ ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുന്നത് ഇവിടെ പ്രെഡിക്കേറ്റുമാണ്. ഇനി ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതെ, സൂര്യനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സൂര്യൻ എന്നുള്ളത് സബ്ജക്റ്റ് ആയിരിക്കും. കിഴക്ക് ഉദിക്കണു എന്നുള്ളത് എന്തായിരിക്കും? പ്രെഡിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ സൂര്യൻ ദ സൺ. ദ സൺ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. വേർബ് തുടങ്ങുന്ന റൈസസ് തൊട്ടാണ്. റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആയിരിക്കും. അടുത്തത്, ദ പ്രോഗ്രാം ഈസ് കണ്ടക്ടിങ് ഓൺ കമ്മിങ് സൺഡേ. ദ പ്രോഗ്രാം ഈസ് കണ്ടക്ടിങ് ഓൺ കമ്മിങ് സൺഡേ. അപ്പോൾ ദ പ്രോഗ്രാം എന്നുള്ളത് സബ്ജക്റ്റും ഈസ് കണ്ടക്ടിങ് ഓൺ കമ്മിങ് സൺഡേ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റുമാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഐ പ്ലാൻ ടു വിസിറ്റ് എ നിയർ ബൈ പാർക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എങ്ങനെ കണ്ടുപിടിക്കും? അതെ, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്? എന്നെക്കുറിച്ചിട്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ചിട്ടും. അപ്പോൾ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഐ എന്നുള്ള സബ്ജക്റ്റും ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? വി പ്ലാൻ ടു വിസിറ്റ്. അവിടെ നിന്നാണ് പ്ലാൻ, അതാണ് വേർബ്. അപ്പോൾ പ്ലാൻ ടു വിസിറ്റ് എ നിയർ ബൈ പാർക്ക് എന്ന് പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, 5 children are playing on the swings. The 3 elephants are moving straight in search of water. The 3 elephants are moving straight
in search of water. A bag was lying on the pavement. A bag was lying on the pavement. My friend wrote his first short story yesterday. My friend wrote his first short story yesterday. Rekha published her poems. The door was locked. Ammu was crying loudly. They were taking rest. The flight from Mumbai was late. Scientists say that the nose can recognize about a trillion different smells. അപ്പോൾ ചോദ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ക്വസ്റ്റ്യൻസിൽ നിന്നും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നിങ്ങൾ എടുത്തെഴുതുക. ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ചെറിയ ക്ലാസ്സുകൾ മുതൽ ഡിഗ്രി വരെയുള്ള ക്ലാസ്സുകാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇത് കാണുന്നവർ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് അവരെ ഒന്ന് സഹായിക്കുവാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.